കാറ്റഗറി 1, 2, 3, 4 എക്സാംസ് വരാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഞാൻ ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്കറിയാം കേട്ടറ്റ് കാറ്റഗറി 1, 2, 3, 4 എക്സാംസ് വരാൻ പോവുകയാണ്. ഇൻ മെയ് റീസെൻ്റ്ലി വരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ നമുക്ക് ഡിസ്കഷനിലോട്ട് പോവാം. ഇത് 2020 എന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ലെറ്റ്സ് മൂവ് ടു ദി ക്വസ്റ്റ്യൻ പേപ്പർ. First question. The child is the father of man. Which figure of speech is used in this line? എല്ലാ എക്സാമിലും നമുക്ക് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫിഗർ ഓഫ് സ്പീച്ച്, അല്ലേ? എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. മിനിമം ഒരു ക്വസ്റ്റ്യനെങ്കിലും എല്ലാ പ്രാവശ്യം ഈ ഒരു ഏരിയയിൽ കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ദ ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ എന്ന് പറയുന്നത് നമ്മുടെ റൊമാൻറ്റിക് പോയറ്റ് എഴുതിയ ഒരു പോയത്തിൽ നിന്നും എടുത്തൊരു ലൈനാണ്. അപ്പോൾ ഏത് ഫിഗർ ഓഫ് സ്പീച്ച് ആണ് ഈ ഒരു ലൈൻ യൂസ് ചെയ്തിരിക്കുന്നത്, അതാണ് ക്വസ്റ്റ്യൻ. നമുക്കപ്പോൾ ഇതിൻ്റെ ഒരു ആൻസറിലേക്ക് പോവാം. ദ ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ, ഫാദർ ഓഫ് ദി മാൻ ഈസ് എ ലൈൻ ഫ്രം ദി വില്യം വേർഡ്സ്വർത്ത് പോയം റെയിൻബോ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മൈ ഹാർട്ട് ലീപ്സ് അപ്പ്. ഒരു പ്രാവശ്യം ചോദിച്ചത് ഈ ലൈൻ തന്നിട്ട് ഇത് ഏത് പോയമാണ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിസ് സെയിം ക്വസ്റ്റ്യൻ ഈസ് റിപ്പീറ്റഡ് 2 times for the CAT exam. ഇത് ഓർത്ത് വെക്കാം കേട്ടോ. അന്ന് ചോദിച്ചത് പോയമായി ചോദിച്ചു. അന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് റെയിൻബോ ആണ് ഒന്ന് ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഓൾസോ നോൺ ആസ് മൈ ഹാർട്ട് ലിപ്സ് അപ്പ്, which expresses the idea that the experiences and values of childhood shape a person's character and influence who they become as an adult. നമുക്കറിയാം, നമുക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒരുപാട് എക്സ്പീരിയൻസുകളും ഒരുപാട് നമ്മുടെ ക്യാരക്ടർ ഒരുപാട് നമ്മളെ വലുതാവുന്ന സമയത്ത് നമ്മൾ മൗൾഡ് ചെയ്യാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഈ ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് ദ മാൻ എന്നുകൊണ്ടുള്ള ആ ഒരു പ്രയോഗം കൊണ്ട് പോയിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല ദ ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ ഒരിക്കലും പറയാൻ കഴിയില്ല. പക്ഷേ ഇൻ ദിസ് സെൻസ് വി ക്യാൻ സേ ദാറ്റ്. ഓക്കെ, ദെൻ നമുക്ക് വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ച് ഒരു ചെറിയ ഷോർട്ട് നോട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം വില്യം വേർഡ്സ്വർത്ത് ഈസ് എ ഫേമസ് പോയറ്റ് ആൻഡ് വി ക്യാൻ എക്സ്പെക്ട് മോർ ക്വസ്റ്റ്യൻസ് ഫ്രം the same author. Then William Wordsworth. William Wordsworth was a major English romantic poet who lived from 770 to 850. ഇയാളുടെ ഏജ് ഓഫ് ലൈഫ് ഇമ്പോർട്ടൻ്റ് ആണ്, പീരീഡ് ഓഫ് ലൈഫ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക കേട്ടോ. ദെൻ നമുക്ക് ബാക്കി പറയുന്നില്ല. വി നോ ദാറ്റ് വില്യം വേർഡ്സ്വർത്ത് ഈസ് എ സ്റ്റാർട്ടിംഗ് സ്റ്റോൺ ഓഫ് ദി റൊമാൻറ്റിക് മൂവ്മെന്റ്. റൊമാൻറ്റിക് മൂവ്മെന്റിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റോൺ പറയാൻ കഴിയുന്ന ഒരു റൈറ്ററാണ് വില്യം വേർഡ്സ്വർത്ത്. ബൈ ദ പബ്ലിക്കേഷൻ ഓഫ് ലിറിക്കൽ ബലാഡ്സ് വി നോ ദാറ്റ് Lyrical ballads is an important work for the literature students. Then അതിൻ്റെ year of publication important ആണ് because Lyrical Ballads has published in 1798. This collection of poems co-authored with Samuel Taylor Coleridge is considered a landmark in English literature. ഈ Lyrical Ballads എന്ന് വർക്ക് ചെയ്തിട്ടുള്ളത് ആർക്കെയാ അറിയോ? വില്യം വേർഡ്സ്വർത്തും ആൻഡ് ഹിസ് co-author who സാമുവൽ ടൈലർ കോളിഡ്ജ് എന്ന് പറയുന്ന ഈ രണ്ട് റൈറ്റേഴ്സും കൂടിയാണ് എന്ത് ചെയ്തത് ലിറിക്കൽ ബലാഡ്സ് എന്ന് പറയുന്ന റൊമാൻറ്റിക് മൂവ്മെന്റിന്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയാവുന്ന ഒരു വർക്കായിരുന്നു ലിറിക്കൽ ബലാഡ്സ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 23 പോയംസ്. 23 പോയംസിന്റെ ഒരു കോമ്പിനേഷൻ, ഒരു കളക്ഷൻ ഓഫ് പോയംസ് ആണ് എന്ത് ലിറിക്കൽ ബലാഡ്സ്. ഫ്രം ദാറ്റ് 23 പോയംസ് 19 poems were written by whom? Wordsworth, and 4 poems were written by whom? Samuel Taylor Coleridge. Okay, and the last poem of this lyrical ballads is Tintern Abbey, or നമുക്കറിയാം വേർഡ്സ്വർത്തിന്റെ ഒരു പോയം ടിൻറ്റൺ ആബി, 5 summers go എന്ന് പറഞ്ഞൊരു പോയം പഠിക്കാനുണ്ടാവും, ഡിഗ്രി സ്റ്റെപ്പിൽ പഠിക്കാനുള്ള പോയമാണ്. അപ്പോൾ ആ പോയമാണ് നമുക്കിതിൽ ലാസ്റ്റ് വരുന്ന ടിൻറ്റൺ ആബി എന്ന് പറയുന്ന ഈ പോയം. ഓക്കെ, ആൻഡ് ഓൾസോ the collection is notable for its folk and also the rhyme of the ancient mariner. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയകളാണ് കേട്ടോ. ഇതൊക്കെ ക്വസ്റ്റ്യൻ മുന്നേ വന്നിട്ടുള്ള ഏരിയകളും കൂടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടുത്താൻ കാരണം ഇവർക്കുള്ളത് കേട്ടോ. The next one, work number 2, the Prelude. Prelude is the autobiographical poem that traces Wordsworth's development as a poet and his relationship with nature. The Prelude എന്ന് പറയുന്ന വർക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെക്കണം. ദ പ്രിലൂഡ് എന്താണ്, ഇയാളുടെ ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ്സിൽ ഒരു വർക്കാണ് ദ പ്രിലൂഡ് എന്ന് പറയുന്നത്. റഷ്യൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഓർത്ത് വെക്കുക.
Then next one 3. So question number option number the book number 3, odd intimations of immortality. It's not important work. The last one, the excursion. അത് മാത്രം ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് വർക്ക് ലിറിക്കൽ ബലാഡ്സും ദ പ്രെല്യൂഡും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ രണ്ട് പോയിന്റും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ടെറ്റിന് പ്രീവിയസ്ലി വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ വർഷം അത് ചോദിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കാം. Then Tintern Abbey, we know that Tintern Abbey is a poem written by William Wordsworth and published in 1798, part of the Lyrical Ballads collection, which he co-authored with Samuel Taylor Coleridge. The poem describes Wordsworth's return to the ruins of Tintern Abbey. While he was traveling to one place to another place, he saw a ruined Tintern Abbey. What's an abbey? It's a Cistercian monastery located in the Wye Valley of Fields. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വൈദ്യുതി പറയുന്നത് വൈ ഒരു റിവറിന്റെ പേരുണ്ട്, റിവർ വൈ ആണ് ഇതിൽ പറയുന്ന റിവർ കേട്ടോ. ഈ വൈ റിവറിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ മൊണാസ്ട്രി ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് റെയിൻഡ്, ഇറ്റ് വാസ് ഡിസ്ട്രോയിഡ്. ആ ഒരു ഇതിന്റെ കഥ, ആ ഒരു ഇതിന്റെ അടുത്തുള്ള നേച്ചറിനൊക്കെ ഭയങ്കര എക്സ്പ്രസ് ചെയ്യുന്ന പോയമാണ് എന്ത് ടിൻറ്റൺ ആബി എന്ന് പറയുന്ന ഈ പോയം. പിന്നെ പറയുകയാണെങ്കിൽ അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ അതിന്റെ ഫസ്റ്റ് ലൈൻസ് ഒന്ന് ഓർത്ത് നോക്കുക. 5 years have passed, 5 summers with the length of 5 long winters, and again I hear these waters rolling from their mountain springs with a soft inland murmur. ആ ഒരു ലൈൻസും എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ലൈൻസ്. കാരണം maybe they will ask some questions like that. 5 years have passed, 5 summers with the length of 5 long winters. This line is taken from Wordsworth poems dash. തന്നിട്ടുണ്ട്, ഒരുപാട് പോയംസ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് ജസ്റ്റ് ഓർത്ത് വെക്കാം. Then what is the answer for this question? The child is the father of man. Which figure of speech is used in this line? ഏതാണ്? The answer is paradox. Then we can take some of the figure of speech that you also familiar with that. Then first figure of speech, metaphor. We know that metaphor is a figure of speech that makes a direct comparison between two things, unrelated things, that by stating that one thing is another thing, even though this is not literally true. നമുക്കറിയാം മെറ്റഫറും മെറ്റഫറും സിമിലിയും, ഇറ്റ്സ് ദാറ്റ് ടു ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് ഡയറക്റ്റ് കമ്പാരിസൺ ഓഫ് അൺറിലേറ്റഡ് തിങ്സ്. ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രണ്ട് തിങ്സ് നമ്മൾ കമ്പയർ ചെയ്യാണ്. രണ്ടിലും ഒന്നിൽ എന്തുണ്ടാവില്ല, ലൈക്കോ ആസ് ഉണ്ടാവില്ല, ഒന്നിൽ ലൈക്കോ ആസ് ഉണ്ടാവും. അത്ര മാത്രമേ മാറ്റമുള്ളൂ. എക്സാമ്പിൾ, ലൈഫ് ഈസ് എ ജേർണി. എന്താണ്? In this metaphor, life is compared to a journey, suggesting that life involves a path or route with different experiences and challenges along the way. എന്താണ്? ജീവിതം ഒരു യാത്രയാണെന്ന് പറയുന്ന സംഭവം എന്താ? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് നേരിടേണ്ടി വരും, ആൻഡ് ചാലഞ്ചസ് ഒക്കെ ഉണ്ടാവും. അതിനാണ് ലൈഫ് ഈസ് എ ജേർണി എന്ന് പറയുന്നത്. ഓർ ഷീ ഈസ് എൻ ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ എന്താ? അവളൊരു മാലാഖയാണ്. കാരണം എന്തുകൊണ്ടായിരിക്കാം? ഷീ ഹാസ് ദ ക്വാളിറ്റീസ് ഓഫ് എൻ ഏഞ്ചൽ, അല്ലേ? അതൊക്കെ ഒരു ഏഞ്ചലിലെ ക്വാളിറ്റീസ് ഉള്ളതുകൊണ്ടായിരിക്കും അവളെ മാല എന്ന് വിളിക്കുന്നത്. അതാണ് മെറ്റഫർ എന്ന് പറയുന്നത്. The next one, simile. We know that no need of more explanation. Simile, like a metaphor, makes comparison between two unrelated things. However, instead of stating that one thing is another thing, as in metaphor, a simile states that one thing is like another thing with using like and as. ഒരു സാധനം മറ്റൊരു സാധനത്തെ പോലെ എന്ന് പറയുന്നതാണ് സിമിലി എന്ന് പറയുന്നത്. Here, her eyes were as bright as the stars. അവളുടെ കണ്ണുകൾ എന്താണ്? നക്ഷത്രങ്ങളെ പോലെ ബ്രൈറ്റ് ആണ്. അപ്പൊ പറയുന്നത് എന്താ? അവളുടെ കണ്ണ് അത്രയും തിളക്കമാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളൊരു കാര്യത്ത് മറ്റൊരു കാര്യത്തിൽ ഉപമിക്കുന്നതാണ് വിളിക്കുന്നത് സിമിലി. ദെൻ ഓക്സിമറോൺ ഇന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടിട്ട് പ്രീവിയസ് ആയിട്ട്. അപ്പോൾ ഓർത്ത് വെക്കാൻ ഒന്നും മറക്കരുത് കേട്ടോ. ഓക്സിമറോൺ ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ദാറ്റ് കമ്പൈൻ ടു കോൺട്രാഡിക്ടറി ഓർ ഓപ്പോസിറ്റ് ടേംസ് ടു ക്രിയേറ്റ് എ യുണീക്ക് ആൻഡ് സംടൈംസ് paradoxical meaning. Here are some examples of oxymorons. Awfully God. The word awful typically means something negative. നമുക്കറിയാം awful എന്ന് പറഞ്ഞാൽ എന്താണ്? It's a negative meaning. Good is positive. Then if we are taking the two words, one is negative, one is positive, we combine that two words. എന്താണ്? നമ്മളൊരു ഇപ്പോ ഈ രണ്ട് വേർഡ് awfully good എന്ന് പറയുന്ന രണ്ട് വേർഡ്, awful നെഗറ്റീവ് നമുക്കറിയാം, good പോസിറ്റീവ് നമുക്കറിയാം. ഈ രണ്ടും കോൺട്രാക്ടറി ആയിട്ടുള്ള വേർഡ് ഒരുമിച്ച് വരുന്ന സമയത്ത് വിളിക്കുന്ന പേരാണ് ഓക്സിമറോൺ. ആൻഡ് നെക്സ്റ്റ് വൺ, ഓപ്പൺ സീക്രട്ട്. ദ ഫ്രേസ് കമ്പൈൻസ് ദ ഐഡിയ ഓഫ് സംതിങ് ബീങ് ഓപ്പൺ ആൻഡ് പബ്ലിക് വിത്ത് ദ ഐഡിയ ഓഫ് സംതിങ് ബീങ് എ സീക്രട്ട് ആൻഡ് പ്രൈവറ്റ്, ക്രിയേറ്റിംഗ് കോൺട്രഡിക്ഷൻ. ഇപ്പൊ നമ്മൾ സപ്പോസ് ഇപ്പോൾ ഒരു തുറന്ന രഹസ്യം ഒരിക്കലും നമുക്കൊരാൾ ഡിസ്ക്ലോസ് ചെയ്യാനുള്ളതല്ല. പക്ഷെ തുറന്ന രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? രഹസ്യമാക്കി വെക്കുന്ന എന്തോ സംഭവം നമ്മൾ
അല്ലാതെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു നമ്മൾ വിളിക്കുന്ന നമ്മൾ ഓപ്പൺ സിഗ്നൽ വിളിക്കുന്നത്. അതുപോലെ പ്ലഷറബിൾ പെയിൻ, നമുക്കൊരിക്കലും വേദന എന്തല്ല പ്ലഷറബിൾ അല്ല നമുക്ക് അറിയാം. അപ്പൊ അങ്ങനെയുള്ള വേർഡുകൾ രണ്ട് കോൺട്രാക്ടർ ആയിട്ട് വരുന്ന വേർഡുകൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഓക്സിമോറോൺ. ഓക്കെ, ബിറ്റർ സ്വീറ്റ് എക്സാമ്പിൾ ഫോർ ഓക്സിമോറോൺ. ദെൻ ഹൈപ്പർബോളി. ഹൈപ്പർബോളി is an internal exaggeration of the truth used to emphasize the importance of something or to create a comic effect. I am so hungry I could eat a horse. നമ്മൾ എപ്പോഴും പറയാറില്ലേ, എക്സാജറേറ്റ് പറയാം, അത് നമ്മൾ ഉണ്ടാക്കി പറയാം. കറക്റ്റ് മലയാളം, കറക്റ്റ് ഒരു വേർഡാണ്. നമ്മൾ പെരുപ്പിച്ച് പറയുന്ന പറയില്ല, അതാണ് ഹൈപ്പർബോളി എന്ന് പറയാം. I am so hungry I could eat a horse. This exaggerates the degree of hunger to emphasize how hungry the person is. അതാണ് ഹൈപ്പർബോളി. ഓക്കെ, നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് പറയാം. എന്തൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ maybe they will ask at next time a different type of question from this figure of speech. Okay, അപ്പം നമ്മളൊരു ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫ്രം May 4 to May 14th. ഈ 10 ദിവസം കൊണ്ട് നമ്മൾ 10 ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും 2 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ജോയിൻ ഇൻ മൈ ക്ലാസ്. ഓക്കെ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളിങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഇതിൻ്റെ, അതായത് ഈ 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എല്ലാം ഡിസ്കസ് ചെയ്യും. പിന്നെ സൈക്കോളജി ഒക്കെ എൻ്റെ കയ്യിൽ ഒരുപാട് PDF, കഴിഞ്ഞ വർഷം PDF ക്വസ്റ്റ്യൻസ് ഓവിടെ എൻ്റെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ജോയിൻ ഇൻ മൈ ക്ലാസ്. അതിന് ചാർജ് വരുന്നത് 200 rupees ചാർജ്, 200 രൂപയാണ് ചാർജ് വരുന്നത് ഈ 10 ദിവസത്തെ ക്ലാസ്സിന്. എല്ലാ ദിവസവും 2 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും. 10 ക്വസ്റ്റ്യൻ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ഡിസ്കസ് ചെയ്ത് പോകും. അപ്പോൾ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ജോയിൻ ഇൻ മൈ ക്ലാസ്. ഓക്കെ, ദെൻ ഐ ഹാവ് എ മില്യൺ തിങ്സ് ടു ഡു ടുഡേ. നമുക്ക് ഒരുപാട് വർക്കുകൾ ചെയ്യാനുണ്ട്. മില്യൺ തിങ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു ദിവസം കൊണ്ട് മില്യൺ തിങ്സ് ചെയ്തെടുക്കാൻ നമുക്ക് അറിയാം. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ഇത് കാണിക്കാൻ വേണ്ടി പറയുന്നതാണ് ആ ഒരു സംഭവം. ഓക്കെ, ദാറ്റ്സ് മീനിങ് ഓഫ് ഹൈപ്പർബോളി. അങ്ങനെ ഓണമറ്റോപ്പി. ഓണമറ്റോപ്പി നമുക്ക് അറിയുന്ന വേർഡാണ്. ലൈക്ക് ഓണമറ്റോപ്പിയ ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് വേർഡ്സ് ഇവോക്ക് ദ ആക്ച്വൽ സൗണ്ട് ഓഫ് ദ തിങ് ദേ റെഫർ ടു ഓർ ഡിസ്ക്രൈബ്. അതായത് ഇപ്പൊ നമുക്ക് ബൂം ഓഫ് എ ഫയർ വർക്ക് എക്സ്പ്ലോഡിങ്, നമ്മളൊരു ബൂം എന്ന് പറഞ്ഞ വർക്ക് ഒരു വേർഡ് എവിടെയും കൊടുത്ത് നമുക്ക് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആസ് എ word related to exploding. Then we know that. Then next one, the tick-tock of a clock. If we can find out a tick-tock in somewhere in a new textbook, we can identify that is a word for a clock hanging. Then and the ding-dong for doorbell are examples of onomatopoeia, like hissing. Hissing is a snake breathing. Then paradox. A paradox is a statement or situation that appears to be contradictory or absurd but may actually be true. നമ്മൾ നേരത്തെ കണ്ടു child is the father of man. ഒരിക്കലും it's a contradictory statement, but when it comes to the absurd, when it comes to the real situation, it's true. Okay, the beginning of the end. The paradoxical phrases suggest that the start of something is also the start of its downfall. Then the sound of silence. This paradoxical phrase suggests that silence can have a sound presence even though it is absence of noise. നമ്മൾ പറയാറുണ്ട് നിന്റെ മൗനമാണ് സമ്മതം. അതായത് നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ നമുക്ക് എന്താണ്, വി ഹാവ് എ സൗണ്ട്. ഓക്കെ, അതാണ് സൗണ്ട് ഓഫ് സൈലൻസ് എന്ന് പറയുന്ന ആ ഒരു മീനിങ്. അതായത് അത് രണ്ടും കോൺട്രാക്ടറി ആയിരിക്കും, പക്ഷെ അതിനൊരു മീനിങ് ഉണ്ടാവും. അതാണ് പാരഡോക്സ് എന്ന് പറയുന്നത്. ലൈക്ക് ദ ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ എന്ന് പറയുന്ന അതുപോലെ. Personification, we know that personification is a figure of speech in which non-human things, ideas, or animals are given human qualities or characteristics. Here are some examples of personification. The wind whispered through the trees. നമുക്കറിയാം ഒരിക്കലും കാറ്റ് എന്തിനും കഴിയില്ല, വിസ്പർ ചെയ്യാനുള്ള ഒരു കഴിവ് കാറ്റിനില്ല. ഇറ്റ്സ് എ ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ, നമുക്കറിയാം. സോ അങ്ങനെ ഹ്യൂമൻ ക്വാളിറ്റീസ് നമ്മൾ നോൺ ഹ്യൂമൻ തിങ്സിന് കൊടുക്കുന്ന സമയത്ത് തന്നെ വിളിക്കുന്ന പേരാണ് personification. Okay, then next one, rhetorical question. Rhetorical question is a figure of speech in which question is asked for a reason other than to get an answer. ഫോർ എക്സാമ്പിൾ, when will this corona come to an end? നമുക്ക് ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ്, നമുക്ക് തന്നെ അറിയില്ല, നമുക്ക് അതിന് ആൻസർ ഇവിടുന്ന് കിട്ടാനുമില്ല. നമുക്കറിയാം ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വി കാണ്ട് എക്സ്പെക്ട് an answer from the listener. Okay, are you mad? നമ്മൾ ചോദിക്കുകയാണ്, നീ ഭ്രാന്തനാണോ? ശരിക്കും നമുക്ക് ഭ്രാന്തൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ അയാൾ എന്തെങ്കിലും ഒരു ബിഹേവിയർ ഇത് വരുന്ന സമയം ചോദിക്കുന്നതാണ്. are you mad? നീ ഭ്രാന്തനാണോ? അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ഒരു ആൻസർ പ്രതീക്ഷിക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ വിളിക്കുന്ന പേരാണ് റെറ്ററിക്കൽ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ ഈ 5-6 പറഞ്ഞു, ഈ 6 ഫിഗർ ഓഫ് സ്പീച്ചും മുന്നേ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് സ്പിരിച്വൽ ഓട്ടോബയോഗ്രഫി ഓഫ് ഷെല്ലി? P.B. Shelley, Percy Bysshe Shelley is a romantic poet, and which is the spiritual autobiography of Shelley? ഇതിൽ ഏതാണ് ഓട്ടോബയോഗ്രഫിയുടെ സ്പിരിച്വൽ ബയോഗ്രഫി? We know that
The Prelude, we learned that Prelude is an autobiography of William Wordsworth, and Queen Mab is a work by P.B. Shelley. Alastor is also a work by Shelley. Necessity of Atheism is also a work by Shelley. We know that Shelley is an atheist, അല്ലേ? ഒരു നിരീശ്വരവാദിയായിരുന്നു ഷെല്ലി എന്ന് പറയുന്ന റൈറ്റർ. And then we can take a look P.B. Shelley. Percy Bysshe Shelley was an English romantic poet and one of the most famous writers of the Romantic period. He was one of the Romantic period and he was one of the Romantic poet, and his famous works are Ozymandias, Prometheus Unbound, Adonais, The Mask of Anarchy, To a Skylark. ഇതിൽ രണ്ട് വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, the third one and the fifth one. Okay, and we learned Alastor or the Spirit of Solitude. Alastor or the Spirit of Solitude എന്ന് പറയുന്ന വർക്കാണ് അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ഓട്ടോബയോഗ്രഫി. അതിനപ്പുറത്തേ പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം they won't ask such type of questions. Okay, അവരങ്ങനെ ഇത്ര ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ പി.ബി. ഷെല്ലിയുടെ ഭാഗത്തുനിന്ന്, അതിനപ്പുറത്തേ അവർ ചോദിക്കാറില്ല. Then Percy Bysshe Shelley, we know that Ozymandias ആണ്, Prometheus Unbound ആളുടെ വർക്കാണ്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ വർക്കുകൾ മാത്രം ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ ഇമ്പോർട്ടൻ്റ് പറഞ്ഞ ആ വർക്കുകൾ മാത്രം ജസ്റ്റ് ഒന്നുകൂടെ ഒരു അതിൻ്റെ തീം എന്താണെന്ന് ഓർത്ത് വെക്കാൻ മാത്രം കേട്ടോ. We know that Adonais is an elegy. What is an elegy? Elegy, if we are writing a poem or something, in the case of mourning, നമ്മൾ ആരെങ്കിലും മരിച്ചതിന്റെ ഒരു മൗൺ ചെയ്ത് എഴുതുന്ന പോയത്ത് വിളിക്കുന്ന പേരാണ് elegy. It comes to our next slides. This elegy was written in memory of Shelley's friend, the poet John Keats. അത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അഡോണൈസ് എന്ന് പറഞ്ഞ elegy എഴുതിയത് P.B. Shelley ആണ്. For the mourning, for the memory of John Keats. John Keats മരിച്ച സമയത്ത്, we know that John Keats is also a romantic poet. John Keats മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി എഴുതിയ എലജിയാണ് അഡോണൈസ്. ആൻഡ് ജോൺ കീറ്റ്സ് ഡൈഡ് ഓഫ് ട്യൂബർക്ലോസിസ്. ഇറ്റ്സ് ഓൾസോ എ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഫോർ കേറ്റഡ് എക്സാം. ഓക്കെ, ഹൗ ജോൺ കീറ്റ്സ് ഡൈഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഓഫ് ട്യൂബർക്ലോസിസ് ആണ് ജോൺ കീറ്റ്സ് മരിക്കാനുണ്ടായ കാരണം, റീസൺ. ദ നെക്സ്റ്റ് വൺ, To a Skylark. We have learned the poem To a Skylark. This poem is a celebration of the beauty and freedom of nature and is considered one of the Shelley's most beautiful and uplifting works. Ozymandiasiനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് അടുത്ത ടു എ സ്കൈലാർക്ക് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് പോവാം. ടു എ സ്കൈലാർക്ക് is a poem by P.B. Shelley published in 1820. It is a celebration of the beauty and freedom of nature and is considered one of Shelley's most beautiful and uplifting works. The poem is addressed to Skylark. The poem is addressed to Skylark, which Shelley imagines soaring high above the earth and singing an ecstatic song. He compares Skylark song to a blithe spirit that brings joy and inspiration to all who hear it. ഇത് പറയുന്നുണ്ട്, ഒരു സ്കൈലാർക്ക് ഇങ്ങനെ പാറിപ്പോകുന്ന സമയത്ത് ആ സ്കൈലാർക്കിനെ നോക്കിയിട്ട് വിളിക്കുകയാണ്, ആര്, ഷെല്ലി വിളിക്കുകയാണ്, ബ്ലൈത്ത് സ്പിരിറ്റ് എന്ന് വിളിക്കുന്നുണ്ട്. ഒരുപാട് കമ്പാരിസൺ ഒരു പോയമാണ് ടു എ സ്കൈലാർക്ക് എന്ന് പറയുന്ന ഈ പോയം. ഓക്കെ, that brings joy and inspiration to all who hear it. നീ പാടുന്ന നിന്റെ പാട്ട് എല്ലാവർക്കും എന്ത് തരും, ഇൻസ്പിറേഷൻ തരും, നിനക്ക് ജോയ്, നിന്റെ പാട്ട് എല്ലാവർക്കും സന്തോഷമാവും എന്നൊക്കെ പറയുന്നുണ്ട് ഈ വർക്കിലൂടെ ഷെല്ലി. Then Adonais we have already discussed. The last one, Alastor, is a narrative poem that tells the story of a young poet who seeks to find an ideal beauty and truth in nature. The poet becomes so consumed by his quest that he withdraws from society and lives in solitude. He travels through different landscapes, from mountains to forests, seeking his ideal until he dies. It's a spiritual autobiography of Shelley. ഇത്ര മാത്രം ഓർത്ത് വെച്ചാൽ മതി. It's a spiritual autobiography of Shelley. The same question is repeated in 2 or 3 times for the CAT examination. Okay. Then question number 3, not 2, which is true about Indian English poet and scholar A.K. Ramanujan. We know that A.K. Ramanujan is an Indian poet and author. So here they have given 4 options, which is true about A.K. Ramanujan. Then I have made a PPT, short PPT on the A.K. Ramanujan. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പോകണം, കാരണം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ചു വിട്ട് ആൻസർ നോക്കി പോയിട്ട് കാര്യമില്ല, കാരണം maybe they will ask the different type of question from next time, but the area must be same. നമ്മൾ ചോദിക്കുന്ന ഏരിയകൾ എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും, പക്ഷേ maybe they will ask same separate question or different question for the next time. അതിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, then A.K. Ramanujan, the Striders ആണ് അദ്ദേഹത്തിന്റെ. നമുക്കറിയാം, the poem remembers events from his past in India while located abroad. Questions in memory identify prominence. Poem includes. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിൽ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആട്ടോ. സംസ്കാര is an important work. ഇതാ സംസ്കാരം എന്ന് പറഞ്ഞ വർക്ക് ഇറ്റ്സ് എ ട്രാൻസ്ലേഷൻ ഓഫ് യുവർ അനന്തമൂർത്തിസ് നോവലാണ്. യുവർ അനന്തമൂർത്തി എഴുതിയൊരു നോവലിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിന് കൊടുത്ത പേരാണ് സംസ്കാര.
അപ്പോൾ യു ആർ അനന്തമൂർത്തിയുടെ സംസ്കാരം എന്ന് പറയുന്ന നോവലാണ് A.K. രാമാനുജൻ, സോറി സംസ്കാരം നോവല, ഒരു നോവല് A.K. രാമാനുജൻ ട്രാൻസ്ലേറ്റ് ചെയ്തു ഏത് ഭാഷയിലേക്ക്, ഇംഗ്ലീഷിലേക്ക്, ആൻഡ് ഹി ഗിവ് എ നെയിം ലൈക്ക് സംസ്കാര. ഓക്കെ. ദെൻ സെക്കൻഡ് സൈറ്റ് ഓൾസോ ഹിസ് വർക്ക് റിലേഷൻസ്, ദ സ്ട്രൈഡേഴ്സ് ഓർത്തു വെക്കുക, ദെൻ റിലേഷൻസ് ഓർത്തു വെക്കുക, സംസ്കാരം ഓർത്തു വെക്കുക, സെക്കൻഡ് സൈറ്റ് ഓർത്തു വെക്കുക. Then obituary, we know that I think the same poem is included in all the syllabi of all universities in Kerala. The speaker ironically talks about his father who died a trivial death of heart failure at the fruit market. ഈ particular പോയതിന് രണ്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. Where the father died in a fruit market. ഇതിലൊരു ഈ പോയം പറഞ്ഞൊരു സ്റ്റോറി, പോയറ്റിന്റെ ഒരു അച്ഛൻ മരിച്ചു, അച്ഛൻ ബാക്കി വെച്ചത് പ്രത്യേകിച്ചൊന്നും അച്ഛൻ ബാക്കി വെച്ചിട്ടില്ല. He left behind a table heap with newspapers full of dust, debts and daughters. എനിക്ക് കുറച്ച് കടങ്ങളും കുറച്ച് മക്കളെയും മാതിരി ബാക്കി വെച്ച് എന്നിട്ട് അയാള് മരിച്ചു പോയി എന്നാണ് ആര് പറയുന്നത്, ഈ പോയിട്ട് പറയുന്നത്. And in this particular poem, the questioner is asking only two questions from the particular poem, like how he died and where he died. അയാൾ മരിച്ചത് എങ്ങനെയാണ്, by the heart failure, and where he died in the fruit market. ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ഓക്കെ. Then the father's body burnt properly in the fire, where his eyes appeared like coins. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഓടിച്ചു പോത്രേ ഉള്ളൂ. Then tell me the answer, which is true about Indian English poet and scholar A.K. Ramanujan. I have already given the answer as a red font. Translated your Anandamurti's Samskara into English. Anandamurti Samskara എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു, and he gave a name, same name, into Samskara into his translation. Okay. Then question number 4, not 3. Add the succeeding line, tiger, tiger, burning bright. Add the succeeding line, tiger, tiger, burning bright. We know that tiger, tiger, burning bright in the forest of night slay. നമുക്ക് ആ ടൈഗർ ടൈഗർ വില്യം ബ്ലേക്കിന്റെ ഒരു പോയമാണ് ടൈഗർ എന്ന് പറഞ്ഞ പോയം. അപ്പോൾ ഇത്ര ലൈൻസ് ആണ്. അപ്പോൾ we will ask such type of question from the exam. Okay. Then tiger, tiger, burning bright in the forest of the night, what immortal hand or eye could frame thy fearful symmetry. These are the opening lines for the poem The Tiger by William Blake. The poem explores the nature of the tiger, a fierce and mysterious creature that embodies both beauty and terror. The tiger is a creature, it takes both beauty and terror. The speaker marvels at the creature's power and magnificence while also questioning at the source of its creation and the motives of its creator. Then question number 5. The Jungle Book tells the story of Mowgli, who is raised by, we know that Jungle Book എല്ലാം വായിച്ച ബുക്കാണ്. അതിൽ ആരാണ്, എ വോൾഫ് പാക്ക്, ചെന്നായക്കൂട്ടം വളർത്തിയ ആളാണ് ആര്, who is Mowgli. Okay. Then no need of more explanation. Then question number 5. Who among the following compiled a notable dictionary of English language? The same question, the particular same question is asked, I think they have repeated the same question 6 or 7 times for the CAT exam. Recently they have repeated. Okay. First option Ben Johnson, option B Coleridge, option C Dr. Johnson, option D Matthew Arnold. Do you have any guess for this question? Sir Samuel Johnson or Dr. Johnson. He was an English writer and lexicographer who made lasting contribution to English literature and language. He is known for his wit, his moral and social commentary. രണ്ട് വാക്കിന് മാത്രമേ ക്വസ്റ്റ്യൻ കണ്ടുവന്നിട്ടുള്ളൂ ടെറ്റ് എക്സാമിന്. ഫസ്റ്റ് വൺ ഈസ് ഡിക്ഷണറി ഓഫ് ദി ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഹി മെയ്ഡ് എ കോംപ്രഹെൻസീവ് ഇംഗ്ലീഷ് ഡിക്ഷണറി ആൻഡ് റിമൈൻഡ് ദ സ്റ്റാൻഡേർഡ് റെഫറൻസ് വർക്ക് ഫോർ ദി ലാംഗ്വേജ് ഫോർ ഓവർ എ സെഞ്ചുറി. ഇയാളാണ് നമുക്കൊരു കോംപ്രഹെൻസീവ് ഇംഗ്ലീഷ് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്ത ആളാണ് കേട്ടോ. ഇത് ഓർത്ത് വെച്ചാൽ മതി. Then book number 2, The Lives of the Poets. This is a series of biographies published between 779 and 781, covers the lives and works of 52 English poets from Chaucer to Johnson contemporaries. ഇയാളൊരു വർക്ക് ചെയ്തിട്ടുണ്ട്, The Lives of the Poets. ഇയാളുടെ വർക്കാണ്. ഇയാൾക്ക് പറഞ്ഞ 52 ഇയാളുടെ കണ്ടംപററികളായിട്ടുള്ള 52 പോയറ്റുകൾ, അതായത് ഫ്രം ചോസർ ടു ഹിസ് കണ്ടംപററീസ്. ചോസർ തുടങ്ങിയിട്ട് ഇയാൾ കണ്ടംപററി ആയിട്ടുള്ള ഈ 52 പോയറ്റുകളുടെ എന്താണ് അവരുടെ ഹിസ്റ്ററി എഴുതിയൊരു വർക്കാണത് ഈ പറയുന്ന ദ ലൈവ്സ് ഓഫ് ദി പോയറ്റ്സ്. ഓക്കെ. അപ്പൊ അതും ഒന്ന് എല്ലാവരും ഓർത്തു വെക്കുക, മറന്നു പോകരുത് കേട്ടോ. Then what was reflected on the face of the statue Ozymandias? നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി might and contempt. Then film 3 Idiots is an adaptation of the novel. What is an adaptation? Adaptation എന്ന് പറഞ്ഞാൽ
ഇറ്റ്സ് അഡാപ്റ്റേഷൻ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ ഒരു ഫിലിമിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയിൽ നിന്നോ ഒരു സ്റ്റോറി ഒരു നോവൽ നമ്മൾ ഫിലിം ആക്കിയിട്ട് മാറ്റാനും വിളിക്കുന്ന പേരാണ് അഡാപ്റ്റേഷൻ. ഓക്കെ, ദ ഫിലിം 3 Idiots is an adaptation of the novel 5 Points Someone. ഇത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇൻ ദ കേസ് ഓഫ് ലിറ്ററേച്ചർ ഇറ്റ് ഇസ് നോട്ട് എൻ ഇമ്പോർട്ടൻറ്റ് വർക്ക്. സോ ദാറ്റ്സ് 5 Points Someone. ഇറ്റ്സ് എ നോവൽ റിട്ടൺ ബൈ ചേതൻ ഭഗത്. ഇത് ഓർത്ത് വെക്കണേ. ആൻഡ് Pride and Prejudice is a work by Jane Austen. The Three Mistakes of My Life, it's a same work by Chetan Bhagat. The core to maybe they will ask for the next time the same question. Who is Hamlet's beloved? നമുക്കറിയാം ഷേക്സ്പിയറുടെ ഒരുപാട് വർക്ക് പഠിക്കാനുണ്ട്. അതിൽ ഹാംലെറ്റിന്റെ ബിലവഡ് ആരാണ്? ഹാംലെറ്റിന്റെ പ്രണയിനി ആരാണ്? Do you have any guess for this question? Portia, Ophelia, Rosalind, Cordelia. Who's that? Yes, Ophelia ആണ് അദ്ദേഹത്തിന്റെ lover. Okay. Portia, Merchant of Venice, she's a character in Merchant of Venice. Rosalind, as you like it, and Cordelia from the King Lear. Ophelia, Hamlet's beloved. Okay. The new criticism gives prime importance to the text, background, history, author's life, political aspects. And the new criticism, what's new criticism? New criticism was a formalist movement in literary theory that dominated American literary criticism in the middle decades of 20th century. ഒരു ക്വസ്റ്റ്യന് ഏത് കൺട്രിയാണ് ന്യൂ ക്രിറ്റിസിസം ഫോളോ ചെയ്യുന്നതാണ്. അതിന്റെ ആൻസർ എന്താണ്? അമേരിക്കൻ ലിറ്ററേച്ചർ ആണ് ഈ ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നവരാണ്. അതുപോലെ വാട്ട് ഇസ് ന്യൂ ക്രിറ്റിസിസം? ഇറ്റ് എംഫസൈസ്ഡ് ക്ലോസ് റീഡിംഗ് ഓഫ് ദി ടെക്സ്റ്റ്, അല്ലെ? ക്ലോസ് റീഡിംഗ് or particularly of poetry to discover how a work of literature functioned as a self-contained and self-referential aesthetic object. They are looking the text, actual text, our text in our following. They are not emphasizing they're not ready to look after the writer and about the work. They're only taking the text. Our text in our എടുക്കുന്നത്, ആ ടെക്സ്റ്റിനെ അവർ നോക്കുന്നത്. They're particularly of poetry to discover how a work of literature functioned as self-contained. എങ്ങനെയാണ് ഒരു വർക്ക് ഓഫ് ലിറ്ററേച്ചർ നമുക്ക് ഫങ്ഷൻ ചെയ്യുന്നത്? അങ്ങനെ അതാണ് ന്യൂ ക്രിറ്റിസിസം നമ്മൾ നോക്കിക്കാണുന്നത്. The movement derived its name from John Cross Ransom 1941 book The New Criticism. അപ്പോൾ എന്താണ് ന്യൂ ക്രിറ്റിസിസം നോക്കാം. ന്യൂ ക്രിറ്റിസിസം gives prime importance to the text, background history of the text, author's life or political aspects. Which is answer? We know that text, right? Then the next question, identify the person that express the less of faith and confusion in Victorian era. Victorian era-യിൽ ഒരു കൺഫ്യൂഷനും ഫെയ്ത്ത് ഇൻ റിലീജിയസ്, നമ്മള് മതത്തിലുള്ള ഒരു ഫെയ്ത്ത് നഷ്ടപ്പെട്ടു, വി ആർ മൂവിങ് ടു സയൻസ്, ആ ഒരു ഇത് പറയുന്നൊരു പോയം ഏതാ? എല്ലാവരും പഠിക്കാനുള്ള പോയാണ്. ഇറ്റ് ഈസ് ഈസി ടു ഫൈൻഡ് ദ ആൻസർ. First option Dover Beach, option B Out to Westfield, option C Ulysses, option D My Last Days. We know that Dover Beach, അല്ലേ? മാത്യറോണിന്റെ ഫേമസ് വർക്കാണ് ഡോവർ ബീച്ച്, അല്ലേ? പറയുന്നുണ്ട്. We know that Victorian literature stretches from 1837 to 1901, അല്ലേ? 1901 വിക്ടോറിയൻ ലിറ്ററേച്ചറിന്റെ ആ ഒരു ടൈം പീരീഡ് നടക്കുന്നത്. എന്താ അതിന്റെ പ്രത്യേകത എന്താ? Victorian literature, a famous work has been published. Who published a work? Charles Darwin published his famous work Origin of Species, അല്ലേ? അതുവരെ വിചാരിച്ചിരുന്നത് എന്തായിരുന്നു? മതമാണ് എല്ലാത്തിനും അടിസ്ഥാന തത്വം, അതായത് ആദ്യം നിന്ന് ഹവ്വ ഉണ്ടായി, അങ്ങനെ ആ ഒരു ഓർഡർ ആയിരുന്നു. പക്ഷെ ആഫ്റ്റർ ദ പബ്ലിക്കേഷൻ ഓഫ് Origin of Species they said that നമ്മൾ എന്താണ്, കുരങ്ങിൽ നിന്നും പരിണമിച്ചു എന്നുള്ള നമ്മളെന്നുള്ള ആ ഒരു തിയറി വരികയാണ്. അപ്പൊ അതിനുശേഷം the pupils in England and in other countries, they are questioning the church. അവർ ചർച്ചിനെ ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങി. And they are moving from the religion. അങ്ങനെ ഈ റിലീജിയനിൽ മൂവിങ്ങിനെതിരെ ആ ഒരു the less of faith and confusion in Victorian era ഒരു ഇതുകൊണ്ട് എഴുതുന്ന ഒരു വർക്കാണ് ഡോവർ ബീച്ച് എന്ന് പറയുന്ന മാത്യു ആർണോൾഡിന്റെ ആ ഒരു വർക്ക്. Okay, so I think we can stop our discussion. And if you are interested to join my class, you can join in tomorrow today or tomorrow or day after tomorrow. You can join my class. നമ്മുടെ ക്ലാസ് ടൈമിംഗ് 7 to 9 ആയിരിക്കും. രാത്രി 7 to 9 ആയിരിക്കും ക്ലാസ് സ്റ്റാർട്ട് തുടങ്ങുന്നത്. 10 ദിവസം ക്ലാസ് ആയിരിക്കും. എല്ലാ ദിവസവും 2 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും. 10 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും, if you are interested, you can join in my class. Okay, thank you. Then
If you're interested to join my class, you can join in my class. I will share my mobile number here. This is my mobile number. My name is Jamshid and you can join my class on 4th onwards. Okay, നമ്മൾ ക്ലാസ് റൂമിൽ നാളെ മുതൽ ക്ലാസ് റൂമിൽ അപ്പോൾ നാളെ മുതൽ 10 ദിവസം കറക്റ്റ് ക്ലാസ് ഉണ്ടാവും, 20 ക്ലാസ് ഉണ്ടാവും. അതിൽ 10 ക്വസ്റ്റൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. If you're interested, you can join my class. Okay, thank you.